ഇത് കണ്ടിട്ട് എന്ത് ജ്യൂസാന്ന് മനസ്സിലായ? പറഞ്ഞുതരാട്ടാ, ഇതൊരു വെറൈറ്റി ജ്യൂസാന്ന്. നിങ്ങൾ വിചാരിക്കേ ഇതല്ലപ്പാന്ന്. ആ ജ്യൂസ് കാണിക്കുന്നതിന് മുന്നേ റമദാനൊക്കെ വരാനല്ലേ പോകുന്നത്. അപ്പം ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. ഇത് ജസ്റ്റ് പാർട്ട് 1 മാത്രമാണ് കേട്ടോ. ഇതൊന്നല്ല ശരിക്കും വേണ്ടത്. എന്നാലും ഇത് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഇല്ലു വീഡിയോ. ഇഞ്ചിയില്ലേ കുറച്ചധികം വാങ്ങിനി. അത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് സെറ്റ് ചെയ്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സ്നാക്സും കാര്യങ്ങളിലാക്കുമ്പോൾ ക്യാഷും ഇല്ലേ, ഇങ്ങനത്തെ കട്ട് ചെയ്ത് ക്യാഷു ആയിട്ടാണ് ഞാൻ വാങ്ങൽ. അതായത് പെട്ടെന്ന് ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ ഇതുപോലത്തെ നല്ല പൊന്നിൻ്റെ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ മോസറല്ല ചീസും കൂടി വാങ്ങിച്ചിനി. നമുക്ക് ചീസ് കൊണ്ടൊക്കെ സ്നാക്സ് ഉണ്ടാക്കണ്ടല്ലോ ഒരുപാട്. പിന്നെ വാങ്ങിയത് ഇതുപോലത്തെ ഒന്നാണ് കേട്ടോ. ഇതിലെ 3 എണ്ണമാണ് ഈ സെറ്റിൽ വരുന്നത്. ഇതെല്ലാം ഉണ്ടായിനി. പിന്നെ റമദാനല്ലേ വരുന്നത്, അപ്പോൾ നല്ല പുതിയ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ എനിക്കിത് കത്തിയില്ലേ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ കത്തിയല്ല കേട്ടോ യൂസാക്കൽ. ഞാൻ ഒരു കത്തിയെ യൂസാക്കും. അതേ എനിക്ക് ശരിയാവില്ലു. അത് അത്രയ്ക്ക് സൂപ്പർ കത്തിയാണ്. പിന്നെ ഇത് നമ്മളെ പോക്കറ്റ് ഷവർമ എന്തെങ്കിലും അങ്ങനെ ചെത്തുണ്ട്. ക്യാരറ്റ് ഇതെല്ലാം ചെത്താൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ആ സെറ്റിൽ വരുന്നത് ഈ പീലറും കൂടിയാണ് കേട്ടോ. ഇതെല്ലാം ഉണ്ട്, എന്നാലും റമദാനിൽ വരുന്നത് അപ്പോൾ ഒരു പുതിയ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതിൽ ഒന്നും എനിക്ക് കാണുന്നില്ല. പിന്നെ വാങ്ങി നമ്മളെ പിസ്സ കട്ടറാണ് കേട്ടോ. പിസ്സ സമൂസ ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പം ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ നല്ല സാധനം കേട്ടോ. നല്ല മൂർച്ചയുണ്ട് അതിൻ്റെ ആ ബ്ലേഡ് ഭാഗം. പിന്നെ ഒരു ബൗള് വാങ്ങി. അത് കാണാൻ നല്ല അടിപൊളി ഉണ്ട് കേട്ടോ. ഈ വീഡിയോ കാണാനേക്കാൾ നല്ല സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ബൗളും കൂടി വാങ്ങിച്ചിട്ട് ചെറിയ പൈസ ഏറ്റവും ഇടയില്ലേ റമദാൻ്റെ ടൈം റേറ്റ് കുറച്ചിട്ടിടും ഈ പാത്രങ്ങൾക്കും സാധനങ്ങൾക്കൊക്കെ. ജ്യൂസിൻ്റെ ഗ്ലാസ്സില്ലേ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും എന്തെങ്കിലും ഗ്ലാസ് കാണുമില്ലേ ഒരു വാങ്ങാനൊരു പൂതി വന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ വാങ്ങിച്ചത് സാധാ മുമ്പേ ഇല്ല മോഡലിന് വലിയ പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് എപ്പോൾ ഒരുപോലെ തന്നെ. അതിന് മോഡൽ പോകില്ല, ഇപ്പോൾ ആൾക്കാർ യൂസാക്കും. പിന്നെ ഈ ഒരു ക്യാൻഡിലും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാന്ന് വാങ്ങിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ. വെറുതെ കണ്ടാലും വാങ്ങിയതാ. ഏതായാലും വാങ്ങിയാലേ നമുക്ക് എപ്പോഴെങ്കിലും യൂസാക്കാം. ഈ റമദാനൊക്കെ വരുമില്ലേ എങ്ങനത്തേലും ഇഷ്ടം പോലെ ഇടും കേട്ടോ. നമ്മളെ മുമ്പിൽ തന്നെ വെക്കും. പിന്നെ നോമ്പിന് നമുക്ക് മെയിനായിട്ട് ജ്യൂസെല്ലാം വേണ്ടത്. ഞാനതുകൊണ്ട് ഇത് വലിയൊരു പാട്ട തന്നെ വാങ്ങിച്ചില്ല കേട്ടോ. ജഗ്ഗും വേറെ ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഈ ഒരു സാധനം ഇല്ലെങ്കിലല്ലേ ഒരു സമാധാനം കിട്ടൂല. അപ്പം ഞാൻ ഇതൊന്ന് വലിയ നോക്കിയിട്ട് തന്നെ വാങ്ങിച്ചിട്ട്. പിന്നെ ഈ കേക്ക് വെറുതെ കണ്ടാലും വാങ്ങിച്ചെന്തിനാ വാങ്ങിച്ചത് എനിക്കെന്നെ അറിയില്ല. നല്ല അടിപൊളി കേക്കാണ്. ഒന്ന് എന്ത് ഫ്ലേവർ പറയാനുണ്ട്, പൈനാപ്പിൾ പോലത്തെ ഒരു ഫ്ലേവറും നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും ഓൾ ഇതാ കാര്യമായിട്ട് ഇപ്പോൾ റമദാൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഇട്ടിന്ന്. അതല്ല കേട്ടോ, ഇത് ജസ്റ്റ് പാർട്ട് 1 മാത്രമാണ്. ഇങ്ങനെ കുറച്ചായിട്ട് വേറെ വാങ്ങിയുന്നുണ്ട്. ഇത് ഒരിക്കൽ വാങ്ങിച്ചത് ഒന്ന് വീഡിയോ എടുത്തതേലും. പിന്നെ അതാ ഒരു ട്രേ തന്നെ ഗ്രേപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മേലയിലെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഗ്രേപ്സാണെന്ന് മനസ്സിലായിട്ടാ. സംഭവം ഞാൻ ഉദ്ദേശിച്ച ആളേ അല്ല കേട്ടോ. സീഡ്ലെസ് നെറ്റ് ഞാൻ അങ്ങനെ വാങ്ങിയതാ. കളറൊന്നും കണ്ടിട്ടേ ഇല്ല. ഇതാണ് ഇതിൻ്റെ കളറിന് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടാ. ഇത് ഞാൻ വാങ്ങിയ അന്നല്ല കേട്ടോ ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഞാൻ പിറ്റേന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലേ കുറച്ചെല്ലാം പോയിട്ടുണ്ടായിനി. അതുകൊണ്ട് ഞാനെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് മാറ്റിയെന്ന്. കുറച്ച് കാലം സ്റ്റോർ ചെയ്ത് വെക്കണ്ടല്ലേ. നമുക്ക് എപ്പോൾ ഒരു ജ്യൂസ് കുടിക്കും ബോറടിക്കില്ലേ. എനിക്ക് പൊതുവേ ഇല്ലേ ഈ നോമ്പിനൊക്കെ ഈ ഷേക്സ് കുടിക്കുന്ന അത്ര വലിയ ഇഷ്ടമല്ല. നല്ല ഫ്രഷ് ജ്യൂസ് കുടിക്കുന്നതായിട്ടോ ഇഷ്ടം. ഇപ്പോൾ കണ്ടില്ല എത്ര സാധനം കളയേണ്ടി വന്നെനിക്ക്. അത് പിറ്റേന്നാക്കിയോണ്ടാണ്. ചിലപ്പോൾ വാങ്ങി അന്ന് തന്നെ ആക്കിയിട്ട് നമുക്ക് കളയേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. കളഞ്ഞതിന് ശേഷം എനിക്ക് ഇത്രയായിട്ടാണ് കിട്ടിയത്. ഇത് നമുക്ക് നല്ലോണം 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. അതിൻ്റെ എല്ലാ ഒരു വെള്ളെടുപ്പും പൊടിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് പോകണ്ടേ. സാധനമില്ലേ നല്ല ഫ്രഷാണ് ഉണ്ടായി. നല്ല ക്രിസ്പി പോലെ ഉണ്ട്. ഇങ്ങനെ പറയലെന്ത് പറയില്ല, ഇങ്ങനെ ചുരുണ്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും കുറച്ച് പൊടിയും ഒരു വെള്ളെടുപ്പൊക്കെ ഇല്ലേ. അതുകൊണ്ട് ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ട് കുറേ വെള്ളത്തിൽ കുറേ ദിവസം വെക്കേണ്ടതല്ലേ. ഇതാ അങ്ങനെ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കില്ലേ ഈ പാനിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ജസ്റ്റ് ഗ്രേപ്സ് മുങ്ങി കിടക്കുന്നവരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൽ ഓവറാതെ നിൽക്കേണ്ട. പിന്നെ ജ്യൂസ് നല്ല വെള്ളമായി പോവും. എന്നിട്ട് മൂടി വെച്ചിട്ടില്ലേ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളക്കാൻ തുടങ്ങിയതിന് ശേഷമില്ലേ കണ്ടില്ലേ ഗ്രേപ്സിൻ്റെ അവസ്ഥ. കളറൊക്കെ എന്തോ ഒരു സാധാരണ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല ആ വെള്ളത്തിന് നല്ല അടിപൊളി ഗ്രേപ്പ് കളറിലുണ്ടാവില്ലേ. ഇതെന്തേന്നറിയില്ല. ഇത് ഗ്രേപ്സ് മറ്റേ പച്ച ഗ്രേപ്സ് ഇല്ല എന്താ പറയുക, വെള്ള ഗ്രേപ്സ് എന്നെല്ലാം പറയല്ലേ, മുന്തിരി അതുപോലെ ആയിട്ട്. ഞാൻ വിചാരിച്ചു ഇത് തിളക്കുമ്പില്ലേ ഇതിൻ്റെ കളറ് മാറി വരുന്നു, നല്ല കട്ടിയായിട്ട് വരുന്ന വിചാരിച്ചു. ഇങ്ങനെ ലൈറ്റായി വരുന്നേ വിചാരിച്ചിട്ടാണ്.
പിന്നെ ബാക്കിയുള്ള മറ്റേ നമ്മുടെ നാട്ടിലത്തെ ഗ്രേപ്സൊക്കെ തിളച്ച് വരുമ്പം അതിൻ്റെ തൊലി വേറെ ഇത് വേറെയൊക്കെ ആവല്ലേ. ഇതങ്ങനെയൊന്നും ആയിട്ടില്ല. എന്നാലും കാണുമ്പോൾ ഒരു ഉറപ്പ് പോലെ തന്നെ ഉണ്ടല്ലോ, നല്ല വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടായിന്. കുറേ ടൈം തിളപ്പിച്ചിട്ടും അത് അങ്ങനെ ആവുന്നില്ല. അനക്കാണെങ്കിലേ ഞാൻ വിചാരിച്ച കളർ കിട്ടായിട്ട് എനിക്ക് ഭയങ്കര ബേജാറ് കേട്ടോ. ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുമ്പോൾ നല്ല ഗ്രേപ്പ് കളറല്ലേ വേണ്ടത്, ഇതെന്തിപ്പോൾ ഇങ്ങനത്തെ കളറ്. അങ്ങനെ കുറേ ടൈം തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിനി. പിന്നെ ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഇല്ലേ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിപ്പം നമ്മൾ ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറില്ലേ അങ്ങനത്തെ 2-3 എണ്ണത്തിൽ ഇട്ടിന് കേട്ടോ. ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ടല്ലോ, വെറുതെ വാങ്ങി വിചാരിക്കുന്നു. മറ്റേ ഗ്രേപ്സ് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ ജ്യൂസ് അടിച്ചാലും പാങ്ങുണ്ടാവില്ല, കളറിൽ പാങ്ങുണ്ടാവില്ല. ജ്യൂസ് എങ്ങനെ നമുക്ക് നോക്കിണ്ടേ. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതിന് മുന്നേ തന്നെ കുറച്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. കാര്യമുണ്ടോ നോക്കണ്ടേ ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം. അതിന് വേണ്ടിയിട്ട് കുറച്ച് 2-3 കയ്യിൽ ഞാൻ ആ ഗ്രേപ്സും അതിലേക്ക് പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നു. നമുക്കിതൊന്ന് നല്ല വൃത്തിക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുക്കുമ്പോൾ ഇല്ലേ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തു. വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുത്തിട്ടുണ്ടായിനി. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ജ്യൂസിൻ്റെ അവസ്ഥ. കളറ് കണ്ടോ, ഒരു വെറൈറ്റി കളറായിട്ട് നല്ല കളറ്. പക്ഷേ എനിക്ക് ഈ കളറിനേക്കാൾ ഇഷ്ടം നമ്മൾ ജ്യൂസിൻ്റെ കളറില്ല, നല്ല എന്താ പറയല് ഗ്രേപ്പ് കളർ, അതാണ് കേട്ടോ. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ടേസ്റ്റ് വല്ല കുഴപ്പമൊന്നുമില്ല. സാധാ ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂടുതലും മണം നിൽക്കുന്നത് ഗ്രേപ്പിൻ്റെ. ഇത് ജസ്റ്റ് ഞാൻ ഒരു ദിവസം വാങ്ങിയ സാധനത്തിൻ്റെ വീഡിയോ ഇട്ടതാട്ടോ. ഇനിയും നമുക്ക് ഇഷ്ടംപോലെ സാധനം വാങ്ങാണ്ടല്ലോ. അപ്പോൾ ഞാൻ പാർട്ട് 2 ഒക്കെ ഇടാട്ടോ, നമ്മൾ ആ പ്രിപ്പറേഷനൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഉണ്ടല്ലോ, ഏതായാലും വീഡിയോ കണ്ടില്ലേ ആ ലൈക്ക് ബട്ടൺ ഒന്ന് വെക്കേട്ടാ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടേട്ടാ. പിന്നെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്യണേ. എന്നാൽ ഓക്കെ.